ബാലന്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാനൊരു മണ്ടത്തരം കാണിച്ചായിരുന്നു. അതായത് ഇതാരൊക്കെയോ ഇവിടെ നിൽക്കുന്നത്, ഡേയ് ഇവിടെ എന്താ പരിപാടി? ചവട കൊല്ലാൻ നോക്കുന്നു എന്നെ. ഇവിടെ എൻ്റെ ആർമർ ഉണ്ടോ, നെതറൈറ്റ് ആർമർ ഇട്ടിട്ടുള്ള ഫസ്റ്റത്തെ ഫൈറ്റാണ്. എല്ലാത്തിനും അടിച്ച് തൂക്കുഞ്ഞ്. ചവട 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 ചവട. ഞാൻ ഒമിനസ് ബോട്ടിൽ തന്നെയല്ലേ, അതെ ഒമിനസ് ബോട്ടിൽ വീണ്ടും കിട്ടിയിട്ടുണ്ട്. അതേ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇന്നലെ മണ്ടത്തരത്തിൽ കളഞ്ഞ എൻ്റെ സിൽക്ക് ടച്ച് പിക്കാക്സിന് പകരം ഒരെണ്ണം ഉണ്ടാക്കണം പുതിയത്. പക്ഷെ എവിടെയാണ് പണി വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന അൺബ്രേക്കിംഗ് 3 വിറ്റുകൊണ്ടിരുന്ന സുഹൃത്ത് വില്ലേജറിനെ സോംബി പിടിച്ച് കടിച്ചു വിട്ട്. അതുപോലെ അവൻ ചത്തുന്നാണ് തോന്നുന്നത്. ഇത് ഏതാണെന്ന് അറിയില്ല. ഇവനെ ക്യൂർ ചെയ്യണമെങ്കിൽ ഗോൾഡൻ ആപ്പിൾ വേണം. ഗോൾഡൻ ആപ്പിൾ ഉണ്ടാവും തോന്നുന്നു. ഇത് എവിടെ ഒരുത്തന്നെ കൊന്നിട്ടുമുണ്ട്. ഇത് പറഞ്ഞാൽ എന്ത് മണ്ടന അറിയോ, ഞാൻ വെറുതെ തുറന്നിട്ടിട്ട് അങ്ങ് പോകും. അതാണ് പറ്റിയത്. അവന്മാരാണ് ഈ കയറി കടിച്ചു കൊന്നത്. എഫിഷ്യൻസി 5 ഇവിടെ തന്നെ ഉണ്ട്. സിൽക്ക് ടച്ച് പോയിന്നാ തോന്നുന്നത്. ഇല്ല, സിൽക്ക് ടച്ച് ഇവിടെ ഉണ്ട്. അൺബ്രേക്കിംഗ് 3 വേറെ ആരുടെയും കയ്യിൽ അൺലോക്ക് ആയിട്ടുണ്ടോ നോക്കാം. അത് ഇനി വഴിയുള്ളൂ. അയ്യോ, എൻ്റെ മെൻഡിങ് വെക്കുന്നവനെ ഇതാക്കി. നമുക്ക് വേണമെങ്കിൽ ക്യൂർ ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് ക്യൂർ ചെയ്യുന്നത് എങ്ങനെ അറിയില്ല. പിന്നെ അതിനകത്തേക്ക് പോർഷൻ ഉണ്ടാക്കണം. അതിന് ഞാൻ നെതറിൽ വീണ്ടും പോകേണ്ടി വരും. എനിക്ക് വയ്യ അങ്ങോട്ട് പോകാൻ ഇനി. ഓക്കെ, ഞാനപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിലാണെങ്കിൽ എൻ്റെ എൻ്റർ ചെസ്റ്റ് അവിടെ കൊണ്ടുവച്ചല്ലോ, അവിടെ കൊണ്ടുവച്ച് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് നിന്ന് എനിക്ക് എന്താ എടുക്കേണ്ടത് വെച്ചാൽ സ്വർണ്ണപ്പെട്ടി എടുക്കുക. ഇതിനകത്തൊരു മെൻഡിങ് ഉണ്ട്. മെൻഡിങ്ങിൻ്റെ ആളിപ്പോൾ ക്യൂർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം മെൻഡിങ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒരു ഡോർ എടുത്തിട്ട് ഇപ്പം തന്നെ കൊണ്ടുപോയിട്ട് അവിടെ ഒരു ഡോർ വെക്കണം. ഇനി ഒരിക്കലും ഞാൻ മണ്ടത്തും കാണിക്കരുത്, അങ്ങനെ വരണം. ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ഞാൻ കുറച്ച് അയണും കുറച്ച് എമറാൾഡ് എടുത്തേക്കാം. അതാകുമ്പോൾ എനിക്ക് അവന്മാരായിട്ട് ട്രേഡ് ചെയ്യാമല്ലോ. എമറാൾഡ് എടുത്തിട്ടുണ്ട്. ഇനി അഥവാ ഈ എമറാൾഡ് തേക്കുന്നില്ലെങ്കിൽ നമുക്ക് വേറെ എമറാൾഡ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലോക്ക് ഓഫ് ചെയ്യണം. ഇനിയിപ്പോൾ എൻ്റെ റോക്കറ്റ് പെട്ടിയും ഒരു കുറച്ച് റോക്കറ്റും കൊണ്ട് എടുക്കണം. ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഒരു സിൽക്ക് ടച്ച് വാങ്ങണം. സിൽക്ക് ടച്ച് എഫിഷ്യൻസി 5 വാങ്ങണം. അതിന് വേണ്ടിയിട്ട് എനിക്കൊരു ലൈബ്രറി വാങ്ങണമല്ലോ. ലൈബ്രറി മറ്റേ ബുക്ക് ഷെൽഫ് വാങ്ങണം. ഇവിടെ ബുക്ക് ഷെൽഫ് വെക്കുന്നുണ്ട്. ഇവരുടെ അടുത്ത് നിന്ന് ഒരു ബുക്ക് ഷെൽഫ് വാങ്ങുക. ഇവിടെ വെക്കണം. ഇത് പൊട്ടിച്ചെടുക്കണം. എഫിഷ്യൻസി 5 തരൂ മാൻ. ഇവൻ്റെ അടുത്താണുള്ളത്. ഒരു എഫിഷ്യൻസി 5 വാങ്ങിയിട്ടുണ്ട്. ഒരു സിൽക്ക് ടച്ചും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, പുതിയൊരു ഡയമണ്ട് പിക്കാക്സും കൂടി വാങ്ങണം. അതിന് മുന്നേ ഡയമണ്ട് പിക്കാക്സ് വാങ്ങുന്നതിന് മുന്നേ കുറച്ച് അതിനടുത്ത് ഇവൻ്റെ അടുത്ത് വിൽക്കാം. ഇനിയും വേണ്ടി വരുമല്ലോ, ഇനിയും വെക്കേണ്ടി വരും. അൺബ്രേക്കിംഗ് 3 ഉള്ള ഒരാളെ എടുക്കണം. പിന്നെ ഈ മെൻഡിങ്ങിൻ്റെ ആളെ ക്യൂർ ചെയ്തോളാം, അതായിരിക്കും നല്ലത്. ഇവനെയും ക്യൂർ ചെയ്യാം. ഇവിടെ ഒരു അൺബ്രേക്കിംഗ് 3 ഉള്ള ആൾ. ഇവിടെ വേറെ എന്തെങ്കിലും, ഇവിടെ ആദ്യം ഫയർ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നത്, ഇതിനിപ്പോൾ കിട്ടും തോന്നില്ല. അതിന് പകരം അഥവാ വേറെ ഏതെങ്കിലും പ്രൊട്ടക്ഷൻ കിട്ടുവാണെങ്കിൽ അതെടുക്കാം. ഇവൻ്റെ ഇല്ല കേട്ടോ പിക്കാക്സ്. അപ്പോൾ ഞാൻ പിക്കാക്സ് ആരുടെ നിന്നായിരുന്നു വാങ്ങിയത്? ഇവൻ്റെ നിന്നായിരുന്നു തോന്നുന്നു. ഇവൻ്റെ തന്നെ. ഇവൻ്റെയിലാണ് എഫിഷ്യൻസി 1 പിക്കാക്സ്. ഈ പിക്കാക്സ് വേണ്ട. അതിൻ്റെ ഗ്രൈൻഡർ എന്ത് ചെയ്യും? ഓക്കെ, ഞാൻ ഇത് ഗ്രൈൻഡറിലിട്ട് ഇതാക്കി എടുത്തിട്ടുണ്ട്. അതായത് അതിൻ്റെ എൻചാൻമെൻറ്റ് കളഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് ഫസ്റ്റ് ആദ്യം കമ്പൈൻ ചെയ്യണം. മെൻഡിങ് ബുക്കും സിൽക്ക് ടച്ചും, അല്ലെ സിൽക്ക് ടച്ചും മെൻഡിങ്ങും. യെസ്. ഇനി ഇതെടുത്ത് ഇതിലോട്ട് ഇടുക. അയ്യോ, ആൻവിൽ പൊട്ടിപ്പോയി. കുഴപ്പമില്ല, പുതിയൊരു ആൻവിൽ ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ എനിക്കൊന്ന് എൻ്റെ വരെ പോണ്ടി വരും, കാരണം എനിക്ക് എക്സ്പീൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ എത്ര വേണ്ടി വരും? 8 എക്സ്പി മതിയോ? അത് നമുക്കെന്നാൽ സിമ്പിളായിട്ട് അവിടെ പോകാണ്ട് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കാം. അതിനായി ഈ അയൺ ബ്ലോക്ക് എടുത്തിട്ട് നേരെ ഇവിടെയുള്ള വില്ലേജൻ അണ്ണന്മാരുടെ അടുത്തോട്ട് വരിക. എന്നിട്ട് ഇതിനെ മൊത്തം അയണാക്കുക. എന്നിട്ടിങ്ങനെ ആക്രി എന്ന് പറയുന്ന പോലെ അയണേ പറയാതെ ഇങ്ങനെ എമറാൾഡ് പിടിച്ചുകൊണ്ട് വരും. അവന്മാരുടെ അടുത്ത് പോയിട്ട് ട്രേഡ് ചെയ്യുക. അവന്മാർ എമറാൾഡ് തരും, എക്സ്പി തരും. എക്സ്പി മൊത്തം ഇവിടെ കയറിയതിന് ശേഷം എൻ്റെ കയ്യിലോട്ട് കുറേ കിട്ടിക്കോളും. ഓക്കെ, 8 എക്സ്പി ആയിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോവാണ്. വേഗം മറന്നു. ഇവിടെ ഇത് മൊത്തം എൻചാൻറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സിൽക്ക് ടച്ച് ഇതിൻ്റെ കൂടെ ഇതും കൂടിയിട്ട് എഫിഷ്യൻസി 5 ആക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ആ കൂടെ മിസ്സിംഗ് എന്ന് പറയുന്നത് അൺബ്രേക്കിംഗ് 3 ആണ്. അത് എന്തായാലും ഞാൻ ഉണ്ടാക്കിയെടുക്കും. ഇപ്പോൾ ഞാൻ ഓഫ് ക്യാമിൽ ചെയ്തോളത്. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഞാൻ പറഞ്ഞൊരു സംഭവം ഞാൻ മാറ്റി പറയാണ്. കാരണം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്ന വില്ലേജേഴ്സ് എന്ത് ഒന്നില്ലെങ്കിൽ അവന്മാർ രക്ഷപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഏതൊരു സോംബി കടിച്ച് കയറി കൊന്നു കളഞ്ഞു.
ആ എന്തായാലും കുഴപ്പമില്ല, ഇങ്ങോട്ട് വില്ലേജേഴ്സിനെ കൊണ്ടുവന്നിടാം. അതൊന്നും കുഴപ്പമില്ലാത്ത കാര്യമാണ്. വലിയ ആനക്കാര്യത്തിൻ്റെ ഒക്കെ ചെറിയ ചേനക്കാര്യൊന്നും കുഴപ്പമുണ്ടാവില്ല. ഞാൻ ഈ പറഞ്ഞ ആനക്കാരി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ടൂൾസ് മൊത്തം ഇതാക്കണമെങ്കിൽ ഇൻക്ലൂഡിങ് മൈ ഫോർച്യൂൺ പിക്കാക്സ് എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ ഫോർച്യൂൺ പിക്കാക്സ് പറ്റൂല, കാരണം എൻ്റെ കയ്യിൽ 4 ഇൻഗട്ടും കൂടിയുള്ളൂ. അപ്പോൾ ഫോർച്യൂൺ പിക്കാക്സ് ആക്കിയാലും കുഴപ്പമില്ല. എൻ്റെ കയ്യിലുള്ള ഈ ഒരു 3 ഇതും കൂടിയിട്ട് എനിക്ക് നെതറൈറ്റ് ആക്കണം. അപ്പോൾ ഫോർച്യൂൺ പിക്കാക്സും പറ്റും, 4 ഇൻഗട്ട് ഉണ്ടല്ലോ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അത് ആക്കണമെങ്കിൽ ഡയമണ്ട് ഞാൻ മറ്റേ സുജാണ്ണം ചെയ്ത പോലെ ചെയ്യുന്നതായിരുന്നു പറഞ്ഞത്. അതായത് ആ ഒരു ഡ്യൂപ്പർ ഉണ്ടാക്കിയിട്ട് ഡയമണ്ട് മൈൻ ചെയ്യുന്നത്. അത് ചെയ്യാൻ ഞാൻ നിൽക്കുന്നില്ല. അതിന് വേണ്ടി ഡെബ്രി വേണം. എനിക്ക് വയ്യ അവിടെ പോയിട്ട് ഇനി വേണ്ടി ഡെബ്രി മൈൻ ചെയ്യാനൊന്നും. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടു ഞാൻ എന്താ കുറച്ച് ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതും കൊണ്ട് അടുത്തുള്ളൊരു കേവിൽ പോയിട്ട് മൈൻ ചെയ്യാൻ പോവാണ്. പിന്നെ എൻ്റെ ഫോർച്യൂൺ ഇപ്പോൾ സിൽക്ക് ടച്ച് ഉണ്ടല്ലോ, അപ്പോൾ സിൽക്ക് ടച്ച് വെച്ച് ആദ്യം കാണുന്നതെല്ലാം എടുത്തിട്ട് വരിക. പിന്നെ ഫോർച്യൂൺ വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിന് ഡബിളാക്കി എടുക്കുക. എന്താണ് ഓട് 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 എന്താ മോനെ, നെതറൈറ്റ് സോഡിൻ്റെ പവർ അറിയുന്നു. പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ടോർച്ചും കൂടി വെച്ചേക്കാം. എൻ്റെ വെളിച്ചത്തിന് എനിക്കിത് ഒപ്റ്റിഫൈനും കൂടി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് ടോർച്ച് കയ്യിലിരുന്നാൽ മാത്രം മതി. പിന്നെ എനിക്ക് തിരിച്ച് പോകാനുള്ള വഴി കണ്ടുപിടിക്കേണ്ടതുകൊണ്ടാണ്. ഇതൊരു റെവീൻ തന്നെയാണ്. എനിക്കിങ്ങനെ അടിയിലോട്ടായിരുന്നു പോകേണ്ടത്. എന്തായാലും ഞാൻ ഇവിടെ ഒരു മനസ്സിലാവാൻ വേണ്ടിയിട്ട് മുകളിലോട്ടാണ് വരേണ്ടത്. മനസ്സിലാവാൻ അവിടെ ഒരു ടോർച്ച് വെച്ചിട്ടുണ്ട്. ഇനി എലേറ്റർ ഇട്ടിട്ട് മെല്ലെ പറന്ന് താഴെ ഇറങ്ങാം. ഞാൻ എന്താ കാണുന്നത്? ഇവിടെ മറ്റവൻ്റെ ഇതുണ്ട്, നമ്മുടെ വാർഡൻ. വയ്യ, മെല്ലെ പോയി നോക്കാല്ലേ? വേണോ? ചാവോ? കുഞ്ഞോനെ കുഞ്ഞോനെ ഡയമണ്ട് ഉണ്ടോ? കുഞ്ഞോനെ ഡയമണ്ട്. ഡയമണ്ടിന് ഇനിയും താഴത്തോട്ട് പോകണം. ഞാൻ പറയുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് താഴത്തോട്ട് അങ്ങ് മൈൻ ചെയ്തു പോവാം. ഏൻഷ്യൻ സിറ്റിയിലൊന്നും എത്താണ്ടിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, ഞാൻ ഇവിടെ ഒരു അമത്യസ്റ്റ് ജിയോട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ന്യൂ ബിൽഡ് ഐഡിയാസിനുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങി എൻ്റെ മൈൻഡിൽ. ഇതൊക്കെ എടുത്തേക്കാം. ഞാനിതെന്തായി കാണുന്നത്? ഇതിനെന്താ പറയുക, സ്കൾക്ക് വീന്. ഞാൻ പോന്ന. ഓക്കെ, ഞാൻ ഫസ്റ്റത്തെ കുറച്ച് ഡയമണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിനെ ഫോർച്യൂൺ ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും നോക്കട്ടെ. ഫോർച്യൂൺ പിക്കാക്സ് വെച്ച് പൊട്ടിച്ചേക്കാം. ഫസ്റ്റത്തെ 2 കിട്ടി, പിന്നെ 2, പിന്നെ 2, പിന്നെ 1 കിട്ടുള്ളൂ. പിന്നെ 2. അപ്പോൾ ഒരു ട്രിമ്മ് ഇതാക്കാനുള്ള ആയിട്ടുണ്ട്. അതായത് ഒരെണ്ണം കൂടി കോപ്പി ചെയ്യാനുള്ള ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും വേണം. ഞാൻ എന്തായാലും പോയി മൈൻ ചെയ്തിട്ട് എല്ലാം നേരത്തെ ഫോർച്യൂൺ ചെയ്യുന്ന മാത്രമായിട്ട് നിങ്ങളെ കാണിക്കാം. ഞാൻ കുറച്ച് നേരം മൈൻ ചെയ്ത് എനിക്ക് 23 ഓർ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനൊന്ന് ഫോർച്യൂൺ ചെയ്ത് നോക്കാം, അന്നേരം മനസ്സിലാക്കാം എത്ര കിട്ടുന്നത്. അന്നിങ്ങനെ വെച്ച് പോവാം. ഇപ്പോൾ അറിയാണ്ടൊന്ന് പൊട്ടിക്കേണ്ടി വന്ന്, കുഴപ്പമില്ല. ഇവിടെ നിന്ന് വെക്കാം, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, കുറച്ച് പൊട്ടിക്കാം. നമുക്കിപ്പോൾ നോക്കണ്ട എത്രയായിന്ന്. ഒരു സ്റ്റാക്ക് കിട്ടുമായിരിക്കുമല്ലോ അല്ലേ? 2 ആണ്. ഇനി 5 കൂടി ഉണ്ട്, വെച്ച് നോക്കാം. ഒരു സ്റ്റാക്ക് കിട്ടിയില്ല, 55. 55 വെച്ച് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും നോക്കട്ടെ. ഓക്കെ, കണക്കൂട്ടൽ കറക്റ്റ് ആണെങ്കിൽ എനിക്ക് തന്നെ ധാരാളമാണ്. അയ്യോ, ഞാൻ ഫോർച്യൂൺ പിക്കാക്സ് വെച്ച് പൊട്ടിച്ച് ഞാൻ മണ്ടനായതുകൊണ്ടാണ് എല്ലാ ദിവസവും ഓരോ എൻ്റർ ചെസ്റ്റ് വെച്ച് ഉണ്ടാക്കേണ്ടി വരുന്നത്. ഞാൻ പോയിട്ട് ഇനിയിപ്പോൾ എങ്ങനെയല്ലോ തിരിച്ചെത്തിയിട്ട് പോയിട്ട് ഇതാക്കട്ടെ. ഏതൊരു വഴിയായിരുന്നല്ലോ. അങ്ങനെ പുറം ലോകം കാണാം. ഇതവിടെ ഒരു സ്കെൽട്ടൺ ഉണ്ട്, അവനടിച്ച് പറപ്പിച്ചിട്ട് പോകും. അല്ലെങ്കിൽ അവൻ ഞാൻ പറക്കുമ്പോൾ എന്നെ അമ്പ് താഴത്തിടും. അതെനിക്ക് സമ്മതിക്കാൻ പറ്റൂല. എനിക്ക് അവനെ കൊന്നിട്ടുണ്ട്. അങ്ങനെ ആ കേവിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു വുഡ് ഫാമിന്, ഓട്ടോമാറ്റിക് വുഡ് ഫാമിന് ഒരു പ്രശ്നം പറ്റിയായിരുന്നു. ഞാൻ അറിയാണ്ട് TNT2 പ്രോൺ ആക്കി ഇട്ടിട്ട് പോയി കിടന്നുറങ്ങാൻ പോയി. അതാണ് പറ്റിയത്. ഞാൻ ഇപ്പോൾ പൊട്ടത്തരം കാണിക്കും, എന്തെങ്കിലും പൊട്ടത്തരം കാണിക്കും. അങ്ങനെ ആ പൊട്ടത്തരം കാരണം ആ TNT2 ഒരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ TNT2 മാത്രം റെഡി ആക്കിയാൽ മതി, വേറെ ഒന്നും റെഡിയാക്കാനില്ല. ആ വുഡ് ഫാം ഫുൾ വർക്ക് ചെയ്യണം. ഓക്കെ, എൻ്റർ ചെസ്റ്റ് വീണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഉണ്ടാക്കാൻ ഉള്ള ഒരു അവസ്ഥ വരരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ നിന്ന് ഞാൻ ആ ഒരു ഇതെടുക്കട്ടെ, ഇങ്ങോട്ടല്ല. ഓക്കെ, ഇതിൽ നിന്ന് ഇങ്ങോട്ട് ടെംപ്ലേറ്റ് എടുക്കുക. എന്നിട്ട് ഈ ടെംപ്ലേറ്റിൻ്റെ കൂടെ ഈ നെതറാക്ക് അവിടെ നെതറാക്ക് ഇതുകൊണ്ടാ ഇതിനെ എത്ര വട്ടം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യണം. ഇപ്പോൾ 3 ഇനി 1 കൂടി ആയാൽ നമ്മൾ വിജയിച്ചു. യെസ്, ഓക്കെ, അത്ര മതിയായിരുന്നു. ഇപ്പോൾ 4 ടെംപ്ലേറ്റായി. പക്ഷെ 1 കൂടെ ഉണ്ടാക്കണം.
ഓക്കെ, ഇപ്പം 5ആയി. ഈ 5 ടെംപ്ലേറ്റിൽ ഒരെണ്ണം നമ്മളെടുത്ത് മാറ്റി വെക്കും, ഒരെണ്ണം അല്ല ബാക്കിയുള്ള 4 നമ്മളിത് ഇതാക്കാൻ പോവാണ്. നമ്മുടെ ടൂൾസ് മൊത്തം ഇതാക്കാൻ പോവാണ് നെതറൈറ്റ്. ഓക്കെ, ഒന്നേന്നായിട്ട് ചെയ്യാം. ഈ അപ്ഗ്രേഡ് ഇവിടെ വെക്കാം. ആദ്യം ഒരെണ്ണം എടുത്ത് മാറ്റി വെക്കട്ടെ. ഇത് ഓക്കെ, സിഫ്റ്റ് ടച്ച് റെഡി, ആക്സ് റെഡി, ഷവൽ റെഡി, ഫോർച്യൂണറും റെഡി. യെസ്, ഞാൻ ഇങ്ങോട്ടെല്ലാം തീർന്ന്. എന്നാലും എൻ്റെ ഇത് മൊത്തം ഞാൻ നെതറൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഫോർച്യൂൺ 3 എടുത്ത് കൊണ്ടുപോയിട്ട് എനിക്കൊന്ന് പേരിടണം. എല്ലാത്തിനും ഓരോന്നിനും ഓരോ പേരാണ്. ഇതിന് പേരിടണമെങ്കിലേ പ്രശ്നമാണ്. 16 EXP വേണം. അങ്ങോട്ടും വരുന്നും പോകാനുള്ള സമയമില്ല. അതുകൊണ്ട് പിന്നെ പേരിടാം. ഇതിന് പേരിടാനോ ടെക്സ് വേണം. എല്ലാത്തിനും നമുക്ക് പിന്നെ പേരിടാം അല്ലേ? പിന്നെ പേരിടാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ പേരിടാം, അടുത്ത എപ്പിസോഡ് ഇടാം. എനിക്ക് വയ്യ അവിടെ വരും. പിന്നെ എനിക്ക് ആ ഒരു മറ്റേ സാധനം ഉണ്ടാക്കണം, സ്കോപ്പ്. ഇത് തന്നെ, സ്പൈ ഗ്ലാസ്. യെസ്, ഒരേ മങ്കി ഡി ലൂഫി. ഞാൻ മങ്കി ഡി ലൂഫി എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഇത് പൈലറ്റുകൾ ഉപയോഗിക്കുന്നല്ലേ. മങ്കി ഡി ലൂഫിയൊക്കെ വൺ പീസിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് അറിയില്ല. വൺ പീസ് ഞാൻ കണ്ടിട്ടില്ല. ഇത്ര എപ്പിസോഡൊക്കെ ഇതൊക്കെ പിന്നെ കാണാൻ വെച്ചിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഡ്രാഗൺ ബോളാണ് കാണുന്നത് പറഞ്ഞ പോലെ. ഞാനിപ്പോൾ ഏതാ കറക്റ്റ് വെച്ചാൽ ഡ്രാഗൺ ബോൾ Z ആണ് കാണുന്നത്. ഈ സെഡ് എന്നും പറയാം. ഇപ്പോൾ ഇത് വെച്ചിട്ട് അവിടെ വില്ലേജേഴ്സൊക്കെ ജീവനോടുണ്ടോ എന്ന് നോക്കാൻ പറ്റുമല്ലേ ഇവിടുന്ന്. അത് കുഴപ്പമില്ല, വേറെ എന്തെങ്കിലും നോക്കാം. ഇത് വെച്ച് നമ്മുടെ ഗോങ്ങൊക്കെ നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും. ഇത് വെച്ചിട്ട് വേണം അപ്പുറത്ത് സുശീലേച്ചി വീട്ടിൽ. ഇവിടെ ഒന്നുമില്ല, ചേച്ചിക്ക് മറ്റേ ചന്ദ്രനെന്ന് അടുത്ത് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രൻ എടുത്ത് കാണിച്ചു കൊടുക്കാൻ, വേറെ ഒന്നിനുമല്ല. ഓ മോനെ സുഖല്ലേ? ഇന്നത്തെ ഗോളല്ല, ഈ മാസത്തെ കൂട്ട് നമുക്ക് തന്നെ. ഫൈനലി ഈ ഒരു ഗോള് നമുക്ക് പൊട്ടിച്ചു കളയാം. ഇതങ്ങ് തിരിച്ചു വെക്കാം. ഓക്കെ, അങ്ങനെ അതും കൂടി കഴിഞ്ഞിട്ട് അടുത്തൊരു ഗോളും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇനി ബാക്കി സമയമുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, സൈഡിൽ ഇപ്പോൾ നോക്കിയാൽ 2 ഐഡിയാസും കൂടിയുള്ളൂ, പ്രൊജക്റ്റും കൂടിയുള്ളൂ. ഒന്ന് ഈ ഗ്രീൻ ഹൗസും ഒന്ന് ഈ റെയ്ഡ് ഫാമും. ഈ ഗ്രീൻ ഹൗസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഗ്രീൻ ഐലൻഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ഗ്രീൻ ഐലൻഡ് അല്ല കേട്ടോ. ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞാൽ കുറേ പച്ചക്കറിയും സംഭവങ്ങളൊക്കെ നടുന്ന ഒരു ഹൗസ്. അവിടെ തന്നെ ക്യാരറ്റ് ഉണ്ടാവും, വീറ്റ് ഉണ്ടാവും, പൊട്ടറ്റോ ഉണ്ടാവും. അങ്ങനെ ഞാനതെന്താ കൊണ്ടുവരാ വെച്ചാൽ വെറുതെ ഭംഗിയല്ലേ കാണാം. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു എപ്പിസോഡിൽ അതും കൂടി ഉണ്ടാക്കിയിട്ട് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തുകൂടാ? അടുത്ത എപ്പിസോഡിൽ ഈ ഒരു സ്ഥലം അങ്ങ് കാലിയാവട്ടെ എന്ന് പറയുന്ന പോലെ, അതായത് ഈ കൗണ്ടർ എന്ന് കാലിയാവട്ടെ എന്ന് പറയുന്ന പോലെ റെയ്ഡ് ഫാം കൂടി ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടോ? ഇപ്പോൾ സുശീലേച്ചിൻ്റെ വീട്ടിൽ പോകേണ്ടി വരില്ല, ഇവിടെ തന്നെ നിന്നാൽ മതി. വെറുതെ ഈ ഗ്രീൻ ഹൗസ് ഉണ്ടാക്കാനുള്ള ഒരു സ്ഥലം ഞാൻ തപ്പട്ടെ. ഇവിടെ ഉണ്ടോടി ഗ്രീൻ ഹൗസ് ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. ഈ ഒരു വീട്ടിൻ്റെ അടുത്തായിട്ട് ദാ ഈ ഒരു ഏരിയ, ഈ ഒരു മലയങ്ങ് പൊട്ടിച്ചാൽ. എൻ്റെ അമ്മയും മലേൻ്റെ അടുത്ത് ക്രീപ്പറൊക്കെ പൊട്ടല്ലടാ. ഓ രക്ഷോട്ട്. ഇതെങ്ങനെ ഇവനൊക്കെ ഇതിനുള്ളിൽ കയറിയിരുന്നേ? ഞാനിപ്പോൾ കുറച്ച് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നില്ല, അതായത് എങ്ങനെയാണ് വരണ്ടേന്ന്. ഇവിടെ ഏകദേശം കൂടി ഇങ്ങോട്ടാക്കണോ അല്ലെങ്കിൽ ബാക്കോട്ടാക്കണമെന്ന്. അപ്പോൾ ഞാനെന്തായാലും ആദ്യം പോയിട്ട് ഗ്രീൻ ഹൗസ് ഡിസൈൻ ചെയ്യട്ടെ. എൻ്റെ അതിനനുസരിച്ച് ഞാൻ ചെയ്യാം. ഞാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ ഓടി വരാം. ഞാൻ ആ ഗ്രീൻ ഹൗസ് ഒന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് ഡേർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് കുറച്ച് ഡേർട്ടൊക്കെ വെച്ച് പ്ലെയിൻ ആക്കി എടുക്കാം. ഞാൻ വേഗം പോയിട്ട് ആ ഡേർട്ടൊക്കെ എടുത്തിട്ട് തരാം. ഇന്ന് ഇവിടെ നിന്ന് എടുക്കാം, കുറച്ചധികം തന്നെ ഡേർട്ട് വേണം. ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് വേഗം ഓടി വരാം. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ഡേൻ്റെ ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ധാരാളം തന്നെയാണ്. അപ്പം ഞാൻ വേഗം അങ്ങോട്ട് പോയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ ഒരു സ്റ്റോണൊക്കെ ഈ ഗ്രാസൈറ്റ് റീപ്ലേസ് ചെയ്യണം. ആ സ്റ്റോണൊക്കെ ഗ്രാസൈറ്റ് റീപ്ലേസ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഒന്ന് ഞാൻ ഇച്ചിരി ലെവലപ്പ് ആക്കട്ടെ. ഞാൻ ഇത്ര ഇതാക്കിയിട്ടുണ്ട്. ഞാൻ ചെയ്ത ഡിസൈൻ ഇത് മതിയാവും തോന്നുന്നു. അഥവാ ഇത് പോരെങ്കിൽ ഞാൻ ഈ സൈഡും കൂടി ഇച്ചിരി കൂടി ഇതാക്കും, വിട്ട് കൂട്ടും. ഞാൻ ഇച്ചിരി കൂടി വിട്ട് കൂട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. എൻ്റെ ഡേ കൗണ്ടറിൽ നോക്കി നോക്കിയിട്ട് 599ാമത്തെ ഡേ ആണിത്. ഇനി ഒന്നും കൂടി കഴിഞ്ഞാൽ 600 ഡേ ആവും ഈ ഒരു വേൾഡിൽ. ഇത്ര ദിവസം കൊണ്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്ത് ഇത് എല്ലാം ചെയ്ത്. പിന്നെ അവിടെ കുറച്ച് പരിപാടിയുണ്ട്. മെയിൻ ബിൽഡിങ്സ് കൂടെ ഉണ്ടാക്കിയിട്ട് ബിൽഡിങ്സ് എല്ലാം ഈ ഒരു സ്ഥലത്ത് തന്നെയാണ്.
വേറെ ഇവിടെ ഞാൻ ബിൽഡിങ്സ് ഒന്നും ഉണ്ടാക്കിയില്ല, ഫാംസ് ആണ് അങ്ങോട്ട് ഉണ്ടാക്കിയത്. എന്ന് പറഞ്ഞാൽ 600-ാം ദിവസമായിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ ഒരു ഗ്രീൻ ഹൗസ് ഒന്ന് ഉണ്ടാക്കട്ടെ. നിങ്ങൾ പോയിട്ട് റിപ്ലൈ കൊണ്ടുണ്ടോ? എങ്ങനെയുണ്ട് എൻ്റെ ഗ്രീൻ ഹൗസ്? യെസ്, ഇതാണ് ഗ്രീൻ ഹൗസ്. ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്, വേറെ ആൾ ഡിസൈൻ ചെയ്ത് കണ്ടിട്ട് എൻ്റെ കുറച്ച് മാറ്റങ്ങളൊക്കെ എത്തിയിട്ട് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി കുറച്ച് ഫാംസ് കൊണ്ടുവരാം, ചെറിയ ചെറിയ കൃഷികൾ ഞാൻ ഇപ്പം തന്നെ കൊണ്ടുവരാം. വേഗം ബക്കറ്റ് വെള്ളം എടുക്കുക. ഇനിയിപ്പോൾ ഇവിടെ വരിക. ശരി, ഇവിടെ സത്യം പറഞ്ഞാൽ വെവ്വേറെ ടൈപ്പായിട്ടാണ് ഉണ്ടാവാറ്. അതായത് ഒരു സാധനം തന്നെ കുറേ ഉണ്ടാവില്ല. അതിന് പകരം ഇങ്ങനെ വെവ്വേറെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊരു ഡിസൈൻ പോലെ കൊണ്ടുവരാം. ഇനി ഇതൊക്കെ ഇങ്ങനെ സ്ട്രിപ്പ് ചെയ്തെടുക്കാം. 3 2 1 5 ഇവിടെ നിന്ന് കൗണ്ട് ചെയ്തോട്ടെ. 1 2 3 4 5 6. ഈ ഒരു സ്ഥലത്തായിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇനി വെയിറ്റ്, ഇപ്പോൾ വരാം. ഇനി വെള്ളം ഒഴിച്ചതിൻ്റെ ഇവിടെ നിന്നായിട്ട് ഇങ്ങനെ ബ്ലോക്കിങ് വെച്ച് കൊടുക്കാം. ഇവിടെയും കൂടി ഇത് മൊത്തം ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേ സംഭവം തന്നെ ഇപ്പുറത്തും ചെയ്യാം. ഞാൻ ചെയ്യിച്ച് വൈകുന്നേരം. ഓക്കെ, ഇതാ ഇവിടെയും കൂടി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ തൂക്കിയിട്ട പോലെ ആക്കാം. പക്ഷെ ഞാൻ അധികം ഇതാക്കുന്നില്ല. എനിക്ക് അത്രയ്ക്ക് വലിയ ഇതായിട്ടൊന്നും വേണമെന്നൊന്നുമില്ല, എനിക്ക് കുറച്ച് മതി. ഞാൻ പിന്നെ ഇതൊരു ബിൽഡായിട്ട് മാത്രം ആക്കുന്നുണ്ട്, അധികം ഒന്നും ആക്കുന്നുമില്ല. ഇവിടെ നിന്ന് വേണ്ട ഈ ബീട്രൂട്ടിൻ്റെ സീഡ് കൊടുക്കാം. പിന്നെ ഇതാ ഈ ഒരു വീറ്റിൻ്റെ സീഡ് കൊടുക്കാം. ഇതുകൊണ്ട് അങ്ങ് നട്ടാൽ മാത്രം മതി. ഇനി ഇതൊക്കെ ഇങ്ങനെ നട്ട് കൊടുക്കുക ഇവിടെ മൊത്തം. ഇപ്പുറത്ത് ഇതാ ബീട്രൂട്ടിൻ്റെ സീഡും. ഇതൊന്നും ഞാൻ പറിച്ചെടുക്കാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഇതങ്ങനെ സെറ്റ് ചെയ്ത് ഗ്രീൻ ഹൗസ് അത്രേ ഉള്ളൂ, അത് മതി, വേറൊന്നും വേണ്ട. ഓക്കെ, ഇനി ഇത് അത് മൊത്തം വളർന്നു കഴിയുമ്പോൾ ഇച്ചിരി കൂടെ അടിപൊളി ആയിക്കോളും. അങ്ങനെ ഇന്നത്തെ ഗോൾ ബോർഡിൽ നിന്ന് ഒരെണ്ണം കൂടി നമുക്ക് പൊട്ടിച്ച് മാറ്റാൻ സമയമായി. ഇതാ ഈ ഗ്രീൻ ഹൗസ് അങ്ങ് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി റെയ്ഡ് ഫാം ഉണ്ടാക്കണം എന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ. എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ഡൗട്ടാണ്, കാരണം അടുത്ത എപ്പിസോഡ് വരുമോ എന്ന് തന്നെ ഒരു ഡൗട്ടാണ്. ഞാൻ വീട്ടിലുണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടി വരും. എഡിറ്റ് പിന്നെ ഫോണിൽ ചെയ്താലും മതി, PC ചെയ്യണമെന്നില്ലല്ലോ. ഞാൻ ഇപ്പോഴൊരു കാര്യം ഓർത്തേ, എനിക്കൊരു ഹാപ്പി ഗാസ്റ്റ് ഉണ്ടായിരുന്നില്ലേ ബബിൾ എന്ന് പേരുള്ള, അവനെന്തി? ബബിൾ കൂട്ടനെന്തി? അയ്യോ, അവനെന്തി പോയി? അയ്യോ, അവനെ ഞാൻ അങ്ങോട്ട് അയൺ ഫാമിനുണ്ട് വില്ലേജേഴ്സിനെ കൊണ്ടുപോയിട്ടിട്ട് പിന്നെ അവിടെ തന്നെ വെച്ചിട്ട് അവനിങ്ങോട്ട് വന്നില്ലായിരുന്നു തോന്നുന്നു. അയ്യോ, ഇനിയിപ്പോൾ ബബിളിന് വേണ്ടിയിട്ട് ഒരു ഷൗക്കെല്ലാവരും കൂടി ഉണ്ടാക്കണമെന്നുണ്ട്. എനിക്കൊന്നും അവൻ മരിച്ചിട്ടില്ല, അവൻ അങ്ങോട്ടിലൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടാവും. അല്ല, അവൻ എന്തായാലും ഓഫ് റോഡ് ട്രിപ്പിന് പോയി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഹാപ്പി ഗാസ്റ്റിനെ കൊണ്ടുവരാനുള്ള സമയമായി. 1 അല്ല ഇത്തവണ, 5 എണ്ണമാണ് ഇത്തവണ. 5 എണ്ണത്തിന് വെച്ചിട്ടുണ്ട്, അവിടെ കിടക്ക്. ഇനിയിപ്പോൾ 5 എണ്ണത്തിന് വലുതായിട്ട് വേണം ഈ ഒരു സ്റ്റേബിൾ ഉണ്ടാക്കാൻ എൻ്റെ ഗാസ്റ്റിന് വേണ്ടിയിട്ട്. ബബിൾ ഓഫ് റോഡ് ട്രിപ്പിന് പോയി ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഉള്ള 5 പേർക്ക് വേണ്ടി ഒരു സ്റ്റേബിൾ ഞാൻ ഉണ്ടാക്കും അടുത്ത എപ്പിസോഡിൽ. ബബിളിനെ പോലെ സോഫ്റ്റ് ആയിട്ടൊന്നല്ല ആയിരിക്കും ഇവന്മാരെ വളർത്താനും പോകുന്നത്, പേരിടാൻ പോകുന്നതും. ഇവന്മാർ 5 പേര് എൻ്റെ യോദ്ധാക്കളായിരിക്കും. ഇവന്മാരായിരിക്കും ഈ ഒരു സ്ഥലം മൊത്തം ഗാർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവന്മാർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്റ്റേബിൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ തന്നെ ഉണ്ടാക്കും. ഈ 5 വാരിയേഴ്സിൻ്റെ പേരാണ് ഇങ്കി, പിങ്കി, പോങ്കി, മങ്കി, ഡോങ്കി. ഇതാണ് ഇവരുടെ പേര്. ഇത് ഇങ്കി, ഇത് പിങ്കി, ഇത് പോങ്കി, ഇത് മങ്കി, ഇത് ഡോങ്കി. പേരിലൊന്നും കാര്യമില്ല, ഇവരുടെ ടെറർ ലുക്ക് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ആരൊക്കെയായി 5 വാരിയേഴ്സ് എന്ന്. അടുത്ത എപ്പിസോഡിൽ കാണാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. ഇങ്കി പിങ്കി പോങ്കി ഫാദർ ഇസ് എ ഡോങ്കി എന്ന് പറയുന്ന പോലെ ഇങ്കി പിങ്കി പോങ്കി മങ്കി ഡോങ്കി. അപ്പോൾ ഇവർ 5 പേര് അടുത്ത എപ്പിസോഡ് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത എപ്പിസോഡിലോട്ട് വാ. ബൈ ബൈ.